ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇന്ന് വാഗണറിൻ്റെ 1.0 2013 മോഡൽ വണ്ടിയാണിത്. ഇത് 1000 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വാഹനം എന്ന് വേണമെങ്കിലും നമുക്ക് ഈ വണ്ടിയെ വിശേഷിപ്പിക്കാം. ഇതൊരു ചെറിയ ഡിസൈൻ വണ്ടിയാണ്, അത്യാവശ്യം നല്ല വണ്ടിയാണ്, ഫാമിലി കാറാണ്. മാരുതിയിലെ മിക്കവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോഡലുമാണ് വാഗണർ. അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടിയുടെ ഒരു റിവ്യൂവും POV ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബോണറ്റ് നോക്കാം, ഓപ്പൺ ആക്കാം. ചെറിയ എഞ്ചിനാണ്, 1000 cc 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. കുഞ്ഞ് എഞ്ചിനാണ്, ക്ലീൻ എഞ്ചിനാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. അടച്ചു. നോക്കാം. ചെറിയൊരു ബൂട്ടാണ്, സ്മോൾ ഡിസൈൻ. ഇത് VXI വേരിയൻ്റ് ആണ്, അതായത് ഫുൾ ഓപ്ഷനാണ്. സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്, സെൻട്രൽ ലോക്കിംഗ് വരുന്ന ടൈപ്പ് കീ ആണ്. ഡിജിറ്റൽ ഫ്യൂൽ ഗേജ് ആണ്, പിന്നെ ഓട്ടോ അഡ്ജസ്റ്റബിൾ ആണ് മിറർ, പിന്നെ AC വരുന്നുണ്ട്, സെറ്റ് വരുന്നുണ്ട്, 5 സ്പീഡ് ഗിയർ ബോക്സ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് വണ്ടി, 5 സീറ്റർ, അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. മിറർ ചെക്ക്, സീറ്റ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്, ബെൽറ്റ് ഇടാം. നമുക്ക് ഈ വണ്ടി ഡ്രൈവ് നോക്കാം. സിംഗിൾ ഹാൻഡ് ഡ്രൈവൻ കാറാണ്. ഇതൊരു ഇപ്പോൾ 13 വർഷം അടുപ്പിച്ചായി. ഈ വണ്ടിയുടെ കിലോമീറ്റർ വരുന്നത് 37,328 കിലോമീറ്ററാണ് ഈ വണ്ടി 13 വർഷം കൊണ്ട് ഓടിയത്. സിംഗിൾ ഹാൻഡ്, ഒറ്റ ആൾ ഉപയോഗിച്ച വണ്ടിയാണ്. വേറെ അങ്ങനെ റഫ് യൂസേജോ കാര്യങ്ങളോ ഒന്നുമില്ല. 37,000 ജെന്യുവൻ കിലോമീറ്ററാണ്. നല്ല സ്മൂത്താണ് വണ്ടി, നല്ല ഡ്രൈവിംഗ് കംഫർട്ടും സ്മൂത്തുമാണ്. ഒരു കാലത്ത് റോഡ് മുഴുവനും വാഗണറും മാരുതി 800ഉം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും പിന്നെ ലക്ഷറി ആയിട്ട് വണ്ടികൾ കുറച്ചും കൂടെ കൂടി വന്നു. പക്ഷെ എന്നാലും ഈ വണ്ടികളൊന്നും ആരും മറക്കത്തില്ല, വാഗണറൊന്നും. ഇന്നും മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിങ്ങും നല്ലൊരു ഡിമാൻഡുമാണ് വാഗണർ എന്നുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ബൈപ്പാസിലോട്ട് കയറാം.
5 ഗിയർ ഇട്ടു. RPM ഒരു 2060-65 സ്പീഡ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നമുക്ക് 65 വരുന്നത് ഈ ഒരു റോഡിൻ്റെ. ഇത് കഴിഞ്ഞാൽ പിന്നെ 80 ആണ്. നമ്മളിപ്പോൾ ഒരു 65 സ്പീഡിൽ സ്മൂത്തായിട്ട് പോവുക. ഇപ്പോഴും വണ്ടി കംഫർട്ടാണ്. വാഗനർ ഈ വണ്ടി മാത്രമല്ല, മിക്ക വണ്ടിയും നല്ല കംഫർട്ടാണ് ഓടിക്കാൻ. ലോങ് ഡ്രൈവ് ആയാലും ഈ പറഞ്ഞ കണക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ ഒരു 65 സ്പീഡിലൊക്കെ ഓക്കെയാണ്. ഇത് 4 പവർ വിൻഡോ വരുന്നത്. അതിൽ ഫ്രണ്ട് ഓട്ടോ ഡൗൺ ആണ്, എല്ലാം വർക്കിംഗ് ആണ്. അന്നത്തേൽ ഫുൾ ഓപ്ഷൻ. 2012 ഈ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്, അന്നത്തെ ആ ഒരു ടൈമിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം ഈ വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, പവർ വിൻഡോ, പവർ മിറർ, പിന്നെ സ്റ്റീരിയോ, ഓക്സ് വരുന്ന ടൈപ്പ്. ബോക്സ് 1000 cc ആണ്. പക്ഷേ 1000 cc-യുടെ ആ ഒരു പുള്ളിങ് കുറവോ അങ്ങനെ ഒരു ഫീലിങ്ങോ ഒന്നുമില്ല. അടിപൊളിയാണ്. ഈ റോഡ് 80 ആണ്, 80 സ്പീഡാണ് ഈ റോഡിന്. കണ്ടത് ബോർഡ് 80 സ്പീഡ്. 80 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 90 വരെ പോവാം. 80 എന്ന് പറഞ്ഞാൽ 81 ആയാലും സ്പീഡ് റഡാർ വരത്തില്ല. 90 വരെയൊക്കെ പോവാം. 100 ആയാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. 90 വരെ, 91 വരെയൊക്കെ പോകും. അതായത് നമ്മൾ ചില സമയത്ത് 80 എന്നുള്ളത് 90 ഒക്കെ പോയിട്ടുണ്ട്. കാര്യം എപ്പോഴും സ്പീഡ് എന്ന് പറയുമ്പം ഇങ്ങനെ ഫിക്സഡ് ആയിട്ടായിരിക്കത്തില്ല വയ്ക്കുന്ന. ഒരു 10 സ്പീഡും കൂടെ നമുക്ക് തരും. കാരണം ഉപദ്രവിക്കാനല്ലല്ലോ ക്യാമറ വെച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ. അതുകൊണ്ട് ഇപ്പം നമ്മൾ 75-80 പോകുന്നത്. 75. ഇപ്പം ക്യാമറ ഒരെണ്ണം ഉണ്ടായിരുന്ന റഡാർ കഴിഞ്ഞു. ഇവിടെ എത്തുമ്പോൾ 50 ആവും. ഈ റോഡ് 50 ആയി ഇവിടെ, കാരണം ഇതൊരു ഇൻ്റർസെക്ഷനാണ് വരുന്നത്. അതായത് ജംഗ്ഷൻ ഇൻ്റർസെക്ഷനാണ്. ഇവിടെ സിഗ്നൽ ഇല്ല, പക്ഷേ ജംഗ്ഷനാണ്. ഇപ്പം തട്ടിയേനെ ആ വണ്ടി. സംഭവം ഫുൾ റോങ് ആണ്. അതൊരു ജംഗ്ഷനാണ്. ഞാൻ ഓൾറെഡി റൈറ്റ് 2 വേ ആണ്, 2 ലൈനേ ഉള്ളൂ. ഞാൻ 2ാമത്തെ ലൈനിൽ നിൽക്കുക. ഭയങ്കര ഡേഞ്ചറായിട്ടാണ് ആ പയ്യൻ ഓടിക്കുന്നത്. പയ്യനാണോ ആരാണെന്ന് അറിയത്തില്ല. ഭയങ്കര ഡേഞ്ചറായിട്ട് ഓടിക്കുന്നത്. കാര്യം എൻ്റെ വണ്ടിയുടെ റൈറ്റിൽ നിന്ന് കയറി, അതായത് അവിടെ യു ടേൺ അടിക്കാനുള്ള ലൈനാണത്. അതായത് ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ നിന്ന് യു ടേൺ അടിക്കാനായിട്ട് റൈറ്റ് ലൈനുണ്ട്. അത് യു ടേണിന് മാത്രമേ ഉള്ളൂ. യു ടേൺ ലൈനിൽ വന്നിട്ട് കൊണ്ട് ലെഫ്റ്റ് കയറുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊരു ബൈക്ക് വരും. ആ ബൈക്കുകാരനിൽ നിന്ന് വീഴാൻ വിധി ഇല്ലാത്തതുകൊണ്ട് ഇവൻ ഇടിച്ചില്ല. ഇല്ലെങ്കിൽ ഇവൻ നേരെ അങ്ങോട്ട് കയറുന്നത്, ഇവൻ വരുന്നതും അറ്റ് പ്രസൻറ്റ് ഇടി സാക്ഷിയാവുന്ന ഞാൻ സാക്ഷിയാവും. കാര്യം ഞാൻ ഓൾറെഡി നിർത്തിയിട്ട് പയ്യെ എടുക്കുവാണല്ലോ. ഇവൻ കൊണ്ടം കയറുമല്ലേ, അവൻ കാണുന്നുമില്ല. ഞാൻ എന്തായാലും ചവിട്ടി നിർത്തും. പക്ഷെ അവർ രണ്ടുപേരും ഇടിച്ചു വീഴും. കാരണം അവൻ്റെ ഒറ്റ അശ്രദ്ധ കുറവാണ്. അത് മാത്രമല്ല ഇച്ചിരി ഓവർ സ്പീഡിങ് വരുന്നത്. അവിടെ നിന്ന് ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഡിസിപ്ലിൻ ഇല്ലാതെയാണ് ലൈൻ ചേഞ്ച് ചെയ്യുന്നത്. ലൈൻ ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം ഇത് ലൈൻ ചേഞ്ച് ചെയ്യാം. പക്ഷേ ലൈൻ ഡിസിപ്ലിൻ വേണം. മറ്റൊരു വണ്ടിക്കാരൻ അറിയണം നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്ന്. ഇൻഡിക്കേറ്റർ ഇട്ട് ആദ്യമേ അവർക്കൊന്ന് കൊടുക്കണം, നമ്മൾ ഇത് കണക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ നോക്കുവാണെന്ന് പറഞ്ഞാൽ. ലൈൻ ചേഞ്ച് ചെയ്യാം. ലൈൻ ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് ലൈൻ ചേഞ്ച് ചെയ്ത് പോവാം. ഈ
ബൈപ്പാസിൽ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പം കറക്റ്റ് റൂൾ അറിഞ്ഞുകൂടെങ്കിൽ ബൈക്കുകാർക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. വേറെ ആർക്കും വലിയൊരു ബുദ്ധിമുട്ട് വരാനില്ല. ബൈക്ക് ഓടിക്കുന്നവരും സ്കൂട്ടർ ഓടിക്കുന്നവരും സൈക്കിളും കൊണ്ട് റോഡിൽ ഇറങ്ങുന്നവർക്കുമാണ് ഹൈവേയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. കാരണം കാർ ഓടിക്കാൻ അറിയാത്ത ഒരുത്തനാണ് ഇത് വണ്ടിയും കൊണ്ട് ബൈപ്പാസിലോട്ട് ഇറങ്ങുന്നതെങ്കിൽ ചറപറ ഇടിയായിരിക്കും റോഡിൽ. കാര്യം അവന് കാറ് ഹൈവേയിൽ ഓടിക്കേണ്ട റൂൾ അറിയത്തില്ല. റൂൾ അറിയാണ്ട് ഹൈവേയിലോട്ട് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് വിശാലമായിട്ട് കിടക്കുമല്ലേ, എങ്ങനെ ഓടിച്ചാലും വണ്ടി ഓടിപ്പോവും. പക്ഷേ ഈ ലൈൻ എന്താണെന്നും എന്തിനാണ് ഈ റിഫ്ലക്ടറും ഈ ഡിവൈഡറും ഈ മഞ്ഞയും കറുപ്പിലും വെച്ചിരിക്കുന്നതെന്നും ഈ ലൈനിൻ്റെ അപ്പുറത്തൂടെ എന്തുകൊണ്ട് ഒരു വണ്ടിയും പോകുന്നില്ല, അവിടെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ, ഒരു ലൈനും കൂടെ കിടക്കുമല്ലേ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ടിരുന്ന ബൈപ്പാസിൽ കൊണ്ട് കാറും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണവനെ ഇടിച്ച് തെറിപ്പിക്കും. കാര്യം അവനെങ്ങനെയെങ്കിലും പോയാൽ മതി. ഇവിടെ നിന്ന് വണ്ടി സ്ഥലം കിടക്കുമല്ലേ ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കാറ് കുത്തിക്കയറ്റിയൊക്കെ കൊണ്ടുപോകാം. ഇതാ ഇവിടെ സ്ഥലം കിടപ്പുണ്ട്. പക്ഷേ ഈ ലൈൻ എന്തിനാണുള്ളത്? ഈ ലൈനിൽ കയറിയാൽ റൈറ്റ് ഓർ യു ടേൺ, അതാണ് ഇവിടുത്തെ റൂള്. ഇവിടുന്ന് റൈറ്റ് പോകാൻ പെർമിസിബിൾ ആണ്, പോവാം. അപ്പം റൈറ്റ് ഓർ യു ടേൺ, ഇതാണ് ഈ റൂൾ. ഇവിടെ കയറിയിട്ട് ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ എന്തോ ശരിയാവുന്നു. അതാ ലെഫ്റ്റ് ലൈൻ അതിനുള്ള. ലെഫ്റ്റിൽ വന്നിട്ട് ഒറ്റയടിക്ക് റൈറ്റ് പോകത്തില്ല ആരും, യു ടേൺ അടിക്കാൻ പോകത്തില്ല. ലെഫ്റ്റിൽ നിന്ന് കറങ്ങി ഇന്ന് യു ടേൺ അടിക്കാൻ പറ്റത്തില്ല. റൂള് ഒന്നും കൂടെ പഠിച്ച് ബൈപ്പാസിൽ ഓടിക്കുന്നവർ റൂളൊന്നും കൂടെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. റൂളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. കാര്യം ഇല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത്. കാരണം മറിഞ്ഞടിച്ച് വീഴും. കാരണം നമ്മൾ ഇന്ന് കാറും കൊണ്ട് പോകുന്നു, നാളെ ഒരു സമയത്ത് നമ്മൾ ബൈക്കും കൊണ്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇത് കണക്ക് ഏതെങ്കിലും ഒരു കാറ് വന്ന് നമ്മളെ ഇടിച്ച് തറയിലിടുന്നത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ തട്ടി തറയിടും. എന്തോ ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒരു ഹാൻഡിലിൽ തട്ടിയാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയാൽ വീഴും. 2 ചക്രമേ ഉള്ളൂ, 2 വീലാണ്. വീണ് കഴിഞ്ഞാൽ ഒന്നുമില്ല, തൊലി പോവും, മണ്ണ് പറ്റും. ഇതൊക്കെ 80യുടെ റോഡാണോ? 80 സ്പീഡ് ലിമിറ്റ് 80. സ്പീഡ് റഡാറുണ്ട്. 90 വരെയൊക്കെ പോവാം. കാരണം 10 സ്പീഡാണ് ബാറിംഗ് എന്നും തോന്നുന്നു. 90 or 95 അതിനെപ്പറ്റി കറക്റ്റ് അവർ കൊടുക്കുന്നില്ല. ഒരിടത്തും അത് കൊടുത്തിട്ടില്ല. എത്ര വരെ 80 ഉള്ള റോഡിൽ എത്ര വരെ പോവാന്നുള്ളത് ഒരിടത്തും ഈ പറഞ്ഞ കണക്ക് ഗൂഗിളിൽ പറയുന്ന അല്ലാണ്ട് ഈ റോഡിൽ അവർ ഇതായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഇത്ര കൊടുത്തിട്ട് പിന്നെ എക്സീഡ് ഇത്രയ്ക്ക് എബവ് വന്നാൽ ഫൈൻ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. 20 സ്പീഡ്. ചില റോഡുകളിൽ സ്ട്രിക്റ്റായിട്ട് സ്പീഡ് ലിമിറ്റ് ഇല്ല, കാണിക്കുന്ന സ്പീഡിൽ നിന്ന് ഒരു സ്പീഡ് കുറച്ച് നിർത്തിക്കോണം എന്നുള്ളതാണ്. ചില റോഡുകളിൽ, ചിലതല്ല മിക്ക റോഡുകളിലും 20 സ്പീഡോളം എക്സസ് തരും പുറത്തൊക്കെ. ഇവിടെ അത് എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. പിന്നെ ചില സമയത്തൊക്കെ ഈ ശ്രദ്ധിക്കാതെയൊക്കെ 80ക്ക് എബോവ് 90 വരെ വരുമ്പോഴും ക്യാമറ വരുന്നില്ല. അപ്പോഴും നമ്മളായിട്ട് സ്വമേധയാ ഊഹിക്കും ഇത് 90യുടെ റോഡാണ്, 90 വരെ പോകാം. ചിലപ്പോൾ 95ൽ പോയിട്ടായില്ലെങ്കിൽ 95 വരെ പോകാം. നമ്മൾ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ് ടു ദ ഡ്രൈവറാണ്. ഓരോ ഡ്രൈവറിൻ്റെ ഇതുപോലെ ഇരിക്കും. നമുക്ക് ഇവിടെ നിന്ന് യു ടേൺ അടിക്കാം. ഇങ്ങനെ യു ടേൺ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ റൈറ്റ് ലൈൻ ആയിരിക്കണം. യു ടേൺ അടിക്കുന്നതിന് മുമ്പേ നമുക്ക് റോഡ് അറിഞ്ഞിരിക്കണം. റൈറ്റ് പിടിക്കുക, റൈറ്റിൽ നിന്ന് വൈറ്റ് ലൈൻ കഴിഞ്ഞ ഉടനെ ഇൻഡിക്കേറ്റർ ഇടുക, ലൈൻ ചേഞ്ച് കൊടുക്കുക. ലൈൻ ചേഞ്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ നിൽക്കുന്ന വണ്ടിയുടെ ടയർ നമുക്ക് കാണുന്ന രീതിയിൽ വണ്ടിയെ നിർത്തുക. ഇതിപ്പോൾ റോങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്, പെഡസ്ട്രിയൻ നിർത്തിയിരിക്കുന്നത്. ആ വണ്ടിയുടെ ടയർ നമുക്ക് കാണണം. അത് കണക്ക് വണ്ടിയെ നിർത്തുക, ന്യൂട്രാക്കി നിർത്തുക, സിഗ്നൽ വീഴുന്നവരെ വെയിറ്റ് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇടുക.
അതിനുശേഷം യു ടേൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ലൈനിൽ കയറരുത്, സെക്കൻഡ് ലൈനിൽ വേണം വന്ന് കയറാൻ. കറങ്ങി ഇപ്പം 3 ലൈനുള്ള ട്രാക്കാണെങ്കിൽ ഒന്നെങ്കിൽ തേർഡ് ലൈനിൽ പോവാം, ഇല്ലെങ്കിൽ സെക്കൻഡ് ലൈനിൽ വരാം. ഫസ്റ്റ് ലൈനിൽ കയറി കളയരുത്, അതായത് ചേർത്ത് കറക്കി എടുക്കരുതെന്ന് അർത്ഥം. അതായത് ഇപ്പം ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വണ്ടി, കാരണം അവൻ പെഡസ്ട്രിയൻ അല്ല. അതായത് ഇപ്പം നമുക്ക് സിഗ്നൽ വീണു, വണ്ടി എടുക്കുക, ഇവിടുന്ന് റൈറ്റ് പോവാം, യു ടേൺ പോവാം, ഇവിടുന്ന് എടുക്കുക, ഫുള്ള് കറങ്ങുക, സെക്കൻഡ് ലൈൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുക, സെക്കൻഡിൽ നിന്ന് തേർഡ്, തേർഡിൽ നിന്ന് ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് ഉണ്ടെങ്കിൽ ഫിഫ്ത്ത്. ഇനി 6 ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡുള്ള റോഡാണ്, ഇത് 80 വരെ പോവാം. 6 സ്പീഡ് വണ്ടിയാണെങ്കിൽ 6 ഇടാം, ഇല്ലെങ്കിൽ 50 തന്നെ പോവാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. യു ടേണൊക്കെ സിമ്പിളാണ്. യു ടേൺ എടുക്കാനൊക്കെ നിസ്സാരമായിട്ട് എടുക്കാം. നമ്മൾ അത്യാവശ്യം 80 തന്നെയാണ് നമ്മളും സ്പീഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക, ലൈൻ ചേഞ്ച് കൊടുക്കുക, 2 സെക്കൻഡ് ഇൻഡിക്കേറ്റർ, 2 ബ്ലിങ്കിങ് അല്ലെങ്കിൽ 3 ബ്ലിങ്കിങ് എങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് വെയിറ്റ് ചെയ്തിട്ട് തിരിയുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാരന് അറിയാൻ പറ്റും. ലൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ മാറ്റുക. പിന്നെ നമ്മൾക്ക് എത്രയാണോ മാക്സിമം സ്പീഡ് ഈ റോഡിൽ, 80 ആണെങ്കിൽ 80, ആ റോഡിൽ അങ്ങനെ ഓടിക്കുക. ഇതൊക്കെ മിക്കവർക്കും അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഇടുന്നതാണ്. കാര്യം എല്ലാവരും ഇപ്പം എൻ്റെ എല്ലാ വീഡിയോയും കാണണമെന്നില്ലല്ലോ. അപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഫർമേഷനായിട്ട് കിടക്കുമ്പം അവർക്കത് ഉപകാരപ്പെടും. ഞാൻ മിക്ക വീഡിയോസിൽ ഈ കാര്യങ്ങൾ പറയുന്നതാണ്. ഇതിപ്പോൾ സിഗ്നൽ എത്തി, അതുകൊണ്ടാണ് 50 ആയത് ബോർഡ്. സ്ലോ ഡൗൺ വണ്ടി, അതായത് സ്ലോ ആക്കാൻ വേണ്ടിയാണ് അവിടെ ബോർഡ് അങ്ങനെ വെച്ചത്. സിഗ്നലിൻ്റെ സിമ്പൽ വന്നിട്ടുണ്ട്. ഇവിടെ യു ടേൺ പാടില്ല, ഇവിടെ നിന്ന് ലെഫ്റ്റ് യു ടേൺ ഇല്ല. തേർഡ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ന്യൂട്രാക്കി. കണ്ടോ, ആ വണ്ടിയുടെ ടയർ നമുക്ക് കാണണം, ആ ഒരു ഗ്യാപ്പിൽ നിർത്തണം. ഇവിടെ പിന്നെ അങ്ങനെ ഇത് ബൈപ്പാസ് ആയിട്ട് നിർത്താം. സിറ്റിയിലൊക്കെ ഇങ്ങനെ നിർത്തിയാൽ വേറെ 2 വണ്ടിയും കൂടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താം. സിഗ്നൽ വീണു, വണ്ടി എടുക്കുക, ഫസ്റ്റ് സെക്കൻഡിൽ നിന്ന് തേർഡ്. ഗിയർ മാറുമ്പോൾ ഗിയറിൽ നിന്ന് നോക്കരുത്, ഗിയർ അത്രയും നമുക്ക് ഇതായിരിക്കണം. തേർഡിൽ നിന്ന് ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻസ് വരും, പുതിയ വീഡിയോസ് വരുന്നതിൻ്റെ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ബൈ.